الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ ജീവിതം നയിക്കുന്ന മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലോകത്തിന്റെ കണ്ണും കാതും കരളും എല്ലാം ഈ കുറെ നാളുകളിലേക്ക് സൗദി അറേബ്യയിലെ ഹിജാസ് സംസ്ഥാനത്തെ മക്കയിലേക്കായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലേക്കായിരിക്കും, മദീന മുനവ്വറയിലേക്കായിരിക്കും. ഇങ്ങനെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കായിരിക്കും ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരിൽ പലരും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ളവർ ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 30-ന് അവരുടെ യാത്ര ആരംഭിക്കും. മെയ് 8-ഓടുകൂടി അവസാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് സംഘം മദീനയിൽ എത്തിയതായി നമ്മൾ മീഡിയകളിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ എത്താനും എത്തിക്കൊണ്ടിരിക്കുന്നവരും ഇനി എത്താൻ വെമ്പൽ കൊള്ളുന്നവരുമെല്ലാം സൗഭാഗ്യവാന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആ സൗഭാഗ്യം ആർജിച്ചെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്താണ് ഇങ്ങനെ ഒരവസ്ഥ ഈ നാടുകളിൽ ഉണ്ടാകുന്നത്? അല്ലാത്ത നാടുകളിലും കഅബയിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് പോകാറുണ്ട്, ഉംറക്കും മറ്റും വേണ്ടി പോകാറുണ്ട്. പക്ഷെ ഇതൊരു സീസണാണ്, ഇതൊരു മൗസിമാണ്, മൗസിമുൽ ഹജ്ജാണ്, ഹജ്ജിന്റെ സീസണാണ്. അപ്പൊ അതിന് നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ, നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ, നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളുമായി പോവുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അതിന് പോകാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ് മക്ക. മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കഅബ എന്ന് പറയുന്ന പുണ്യഗേഹം, കഅബയുടെയും അത് സ്ഥിതി ചെയ്യുന്ന മക്കയുടെയും ചരിത്രം മാനവരാശിയുടെ തന്നെ ചരിത്രത്തിന്റെ തുടക്കമാണ് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ലോകത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ ആദരിക്കപ്പെട്ട ഭൂപ്രദേശമാണ് മക്ക. ലോക സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽക്ക് തന്നെ ഈ ഭൂപ്രദേശം ആദരിക്കപ്പെടാൻ കാരണം അവിടെ പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നു എന്നതല്ലാതെ മറ്റൊരു കാരണവും അതിനില്ല. അപ്പൊ അത്രയേറെ ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ് മക്കയും അവിടെ സ്ഥിതി ചെയ്യുന്ന കഅബയും എന്ന് നാം തിരിച്ചറിയുക. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ മക്കയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞത് അതിന്റെ പൗരാണികതയെ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ മക്ക യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫഹിയ ഹറാമുൻ ബിഹറാമില്ലാഹി ഇലാ യൗമിൽ ഖിയാമ ലം തുഹില്ല ലിഅഹദിൻ ഖബ്ലി വലാ തുഹില്ലു ലിഅഹദിൻ ബഅദി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്റെ ദിവസം തന്നെ മക്കയെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അന്നുണ്ടെന്ന അതിന്റെ അർത്ഥം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു മക്കയെ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. തന്നെയുമല്ല ഫഹിയ ഹറാമുൻ ബിഹറാമില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹു അങ്ങനെ ആദരിച്ച നിമിത്തം ഖിയാമത്ത് നാൾ വരെയും അത് പവിത്രമാണ്, ആദരണീയമാണ്. അതിന്റെ പവിത്രത ലംഘിക്കാൻ എനിക്ക് മുമ്പുള്ള ആർക്കും അവകാശമുണ്ടായിട്ടില്ല. ഇനി എന്റെ ശേഷം വരുന്ന ആർക്കും അതിന് അവകാശം ഉണ്ടാവുകയും ചെയ്യുകയില്ല. അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് പവിത്രമാണ്. അവിടെ യുദ്ധം നിഷിദ്ധമാണ്, അവിടെയുള്ള മരങ്ങൾ മുറിക്കപ്പെട്ടുകൂടാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവിടെ ഉള്ളിൽ വേട്ടയാടിക്കൂടാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഈ മക്കയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലൂടെ ഒരു ചെറിയ സഞ്ചാരമാണ് ഒരു അല്പസമയം ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്ക എന്ന പേര് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് 48-ാം അധ്യായമായ അൽ ഫത്ഹിലെ 24-ാമത്തെ വചനത്തിലാണ് മക്ക എന്ന പേര് പരാമർശിച്ചിട്ടുള്ളത്. ആ ആയത്ത് ഇങ്ങനെയാണ്, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയകും അൻഹും ബിബത്നി മക്ക. അവരുടെ കൈകളെയും നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെയും അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെയും അള്ളാഹു തടഞ്ഞു നിർത്തിയത് മക്കയുടെ ഉള്ളിൽ വെച്ചാണ് എന്നാണ് അതിന്റെ ആശയം. വിഷയം വേറെയാണ്, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ബി ബത്നി മക്ക എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ മക്ക എന്ന പേര് പരാമർശിച്ച ഒരേ ഒരു സ്ഥലം. പിന്നുള്ളത് ബക്ക എന്നുള്ളതാണ്. മീമ് മാറി ബാ ആവും, ബക്ക എന്നാണ് പറയുക. അത് ഞാനിപ്പോൾ ഓതി വെച്ച സൂറത്തു ആല ഇമ്രാനിലെ 96-ാമത്തെ വചനത്തിലാണ് അത് പരാമർശിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്, ഇന്ന അവ്വല ബൈത്തിൽ, ഏറ്റവും ആദ്യത്തെ ഭവനം, ഉദയലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഭവനം, ലല്ലദീ ബിബക്ക, അത് ബക്കയിലുള്ളതാണ്. അപ്പൊ മക്കയെ സംബന്ധിച്ച് ഖുർആനിൽ 2 പ്രയോഗമാണ് കാണുക, ഒന്ന് മക്ക, ഒന്ന് ബക്ക. രണ്ടും ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ആ മക്കയെ കുറിച്ച് പറയുന്നു, മുബാറക്കൻ, അനുഗ്രഹീതമായ സ്ഥലമാണ്, വഹുദൽ ലിൽ ആലമീൻ, ലോക ജനതയ്ക്കാകമാനം മാർഗദർശനവുമാകുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രയോഗം മക്ക, മറ്റൊന്ന് ബക്ക. ഇനി മക്കയെ സംബന്ധിച്ച്, ആ പ്രദേശത്തെ സംബന്ധിച്ച് ഉള്ള വിശേഷണങ്ങൾ ഖുർആനിൽ കാണാം. ഒന്ന് ഉമ്മുൽ ഖുറ എന്നുള്ളതാണ്. ഉമ്മുൽ ഖുറ,
ഉമ്മുൽ ഖുറ എന്ന വാക്കിന്റെ അർത്ഥം നഗരങ്ങളുടെ മാതാവ് എന്നാണ്, അല്ലെങ്കിൽ മാതൃ നഗരി എന്ന് പറയാം. എന്നുവെച്ചാൽ മുഴുവൻ നഗരങ്ങളുടെയും പിന്നെ പിന്നെ ഉത്ഭവം, അല്ലെങ്കിൽ അത് സെന്റർ എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് അതിനെ. ഇപ്പൊ സർവ രാജ്യങ്ങളുടെയും മാതാവായിട്ട് വിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് സൂറത്തു അൻആമിലെ 92-ാമത്തെ വചനവും മറ്റൊന്ന് സൂറത്തു ശൂറയിലെ 7-ാമത്തെ വചനവും. അത് നിങ്ങൾ ഖുർആൻ നോക്കി കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. പിന്നുള്ളത് ആ പ്രദേശത്തെ സംബന്ധിച്ചുള്ള പരാമർശം, വിശേഷണം അൽ ബലദ് എന്നുള്ളതാണ്. ഈ രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് മക്കയെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ പല രാജ്യങ്ങളെ കുറിച്ചും ബലദ് എന്നും മക്കാനും എന്നൊക്കെ പറയുന്നുണ്ടാകാം. പക്ഷെ അൽ ബലദ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് മക്കയെ കുറിച്ച് മാത്രമാണ്. അത് 5 സ്ഥലങ്ങളിലാണ് അൽ ബലദ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. അതിലൊന്ന് നമുക്കൊക്കെ സുപരിതമായ സൂറത്തുൽ ബലദ്, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അൽ ബലദ് എന്നാണ്. 90-ാമത്തെ അധ്യായം, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അവിടെ തന്നെ 2 പ്രാവശ്യം അൽ ബലദ് എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായിട്ടാണ് വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അതാണ് അൽ ബലദ് എന്നുള്ള. ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള രാജ്യമാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ പരാമർശിച്ച അൽ ബലദാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായമായ അൻ-നഹ്ലിലെ 91-ാമത്തെ വചനം. അതിങ്ങനെയാണ്: ഇന്നമാ ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാത്രം, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലദീ ഹറമഹ, ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിന്റെ രക്ഷിതാവിനെ ആരാധിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന സൂറത്തുൻ നഹ്ലിലെ 91-ാമത്തെ വചനത്തിലാണ് അൽ ബലദ് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ മക്കയെ കുറിച്ച് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഖുർആൻ കാണുന്നുണ്ട് എങ്കിൽ കഅബയെ കുറിച്ചുള്ള വിശേഷണങ്ങളും വേറെ ഉണ്ട് വിശുദ്ധ ഖുർആനില്. അതിലൊന്ന് അൽ ബൈത്ത്, ഈ ഭവനം. അൽ ബൈത്ത് എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ, 10 സ്ഥലങ്ങളിൽ അൽ ബൈത്ത്. അത് ഖുർആൻ കഅബയെ കുറിച്ച് മാത്രമാണ്. പിന്നുള്ള ഒരു പ്രയോഗം ബൈത്തി, ആധികാരികമായി സൃഷ്ടാവായ അള്ളാഹു എന്റെ വീട് എന്ന് പറയുന്നതാണ് മറ്റൊരു വിശേഷണം. വേറൊരു സ്ഥലത്തെ കുറിച്ചും വേറൊരു ഗേഹത്തെ കുറിച്ചും എന്റെ വീട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് കഅബയെ കുറിച്ച് മാത്രമാണ്. അത് 2 സ്ഥലങ്ങളിലാണുള്ളത്. രണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് 2-ാം അധ്യായം അൽ ബഖറയിലെ 125-ാമത്തെ വചനത്തിൽ കാണാം: വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല അൻ തഹ്ഹിറാ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. ഇബ്രാഹിമിനോട് നാം വാഗ്ദാനം ചെയ്തു, ഇസ്മായിലിനോടും, 2 ആളും എന്ത് വേണം? അൻ തഹ്ഹിറ, 2 ആളും ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. ബൈതിയ, എന്റെ വീടിനെ. ആർക്ക് വേണ്ടി? ലിത്തായിഫീന, തവാഫ് ചെയ്യുന്നവർക്കും, വൽ ആകിഫീന, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും, വറുക്കഇ, റുകൂഅ് ചെയ്യുന്നവർക്കും, അസ്സുജൂദ്, സുജൂദ് ചെയ്യുന്നവർക്കും. ആരാധനകൾക്ക് വേണ്ടി അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടി ആ ഭവനം വൃത്തിയാക്കണം, ശുദ്ധിയായി സൂക്ഷിക്കണം എന്ന് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും നാം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് അള്ളാഹു പ്രയോഗിച്ചത് കഅബയെ കുറിച്ച് ബൈതി, എന്റെ ഭവനം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വഇദ് ബവ്വഅ്നാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹ്ഹിർ ബൈതിയ ലിത്തായിഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദ്. അത് 22-ാം അധ്യായം അൽ ഹജ്ജിലെ 26-ാമത്തെ വചനമാണ്. അതും നേരത്തെ ഇബ്രാഹീമിനോട് ഇസ്മായിലിനോടും പറഞ്ഞു എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഇബ്രാഹീമിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത്? ആ ഭവനത്തിന്റെ സ്ഥലം. എന്തിനാണത്? അല്ലാ തുശ്രിക് ബി ഷൈഅൻ, എന്നോട് യാതൊന്നിനെയും നീ പങ്കു ചേർക്കരുത് എന്ന സന്ദേശമാണ്. അതോടൊപ്പം തന്നെ വതഹ്ഹിർ ബൈതിയ, എന്റെ ഭവനത്തെ, വീടിനെ നീ ശുദ്ധിയാക്കണം. ആർക്കു വേണ്ടി? ലിത്തായിഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്കും, നിന്ന് നമസ്കരിക്കുന്നവർക്കും, റുകൂഅ് ചെയ്യുന്നവർക്കും, സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി നീ ശുദ്ധിയാക്കുകയും ചെയ്യണം. ഈ 2 സ്ഥലങ്ങളിലാണ്
ബൈത്തിയ എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. എന്റെ വീട്, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, കഅബയെ കുറിച്ചല്ലാതെ വേറൊരു ഗേഹത്തെ കുറിച്ചും എന്റെ ഭവനം എന്ന് എവിടെയും ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. മറ്റൊരു വിശേഷണം അൽ ബൈത്തുൽ അതീഖ് എന്നാണ്, പൗരാണിക ഗേഹം. എന്നുവെച്ചാൽ എത്രയോ പഴക്കമുള്ള വീട് എന്നാണ് അതിന്റെ അർത്ഥം. അത് സൂറത്തുൽ ഹജ്ജില് അല്ലാഹു സുബ്ഹാനഹു വ തആല, രണ്ടും സൂറത്തുൽ ഹജ്ജിലാണ് ആ പ്രയോഗം വന്നിരിക്കുന്നത്. വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന, അപ്പുറം പറഞ്ഞാൽ വിഷയം വേറെ ആയി പോകും. അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ എടുത്തത്. വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ആ പൗരാണിക ഭവനം അവർ തവാഫ് ചെയ്യണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ പറയുന്ന ഭാഗത്താണ് അൽ ബൈത്തുൽ അതീഖ് എന്നുള്ള പ്രയോഗം. അത് ഹജ്ജിലെ 29-ാമത്തെ വചനമാണ്. ഇനി 31-ാമത്തെ വചനം അൽ ഹജ്ജിൽ തന്നെ കാണാം. സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. അവർ കൂടെ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കുറിച്ച്, ഹദീ മൃഗങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ട് ആ ഹദീ മൃഗങ്ങളെ അറുത്ത് ബലി കഴിക്കുന്ന സ്ഥലം ഏതാണ്? അൽ ബൈത്തുൽ അതീഖിലേക്കാണ് എന്ന് പരാമർശിക്കുന്ന ഭാഗം. ഈ രണ്ട് പ്രയോഗമാണ് കഅബയെ കുറിച്ച് അൽ ബൈത്തുൽ അതീഖ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ കഅബയുടെ ചുറ്റുമുള്ള, അതുപോലെ തന്നെ മസാബത്ത് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. മസാബത്ത്, ജനങ്ങൾ പിന്നെന്താണ്, തള്ളിക്കയറി ഒരുമിച്ച് കൂടുന്ന സ്ഥലം മസാബത്ത്. എപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അതേ വചനത്തിൽ തന്നെ അമ്ന്, നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ സ്ഥലം. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കഅബയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, കൂടുതൽ വിശദീകരിക്കുന്നില്ല. വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന എന്ന് രണ്ടും കൂടി പറഞ്ഞത് പിന്നെ സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ വചനത്തിലാണ്. അവിടെ മസാബത്ത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലം. അതുപോലെ തന്നെ എപ്പോഴും അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു സ്ഥലം. ഒരു പ്രാവശ്യം കഅബ കാണാൻ പോയി, കഅബയിൽ പോയി ഉംറ ചെയ്തു, ഉംറയുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്ത് തിരിച്ചു പോരുമ്പോൾ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടേ പോരുള്ളൂ, പടച്ചവനെ വീണ്ടും ഈ ഭവനത്തിലേക്ക് നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസി ഉണ്ടാവില്ല. കാരണം അത്ര ആകർഷണീയമാണത്. അങ്ങനെ നമ്മളെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന, അതിന്റെ ചുറ്റും പോയി ഒരല്പസമയം ഇങ്ങനെ കഅബ നോക്കിയിരുന്നാൽ കിട്ടുന്ന ഒരു സായുജ്യമുണ്ട്, വല്ലാത്ത ഒരു മനസ്സമാധാനമുണ്ട്, മാനസികമായ വല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. അതേപോലെ കഅബയുടെ ചുറ്റുമുള്ള വിശാലമായ പള്ളിക്കാണ് എന്ത് പറയുക? അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയും. പവിത്രമായ പള്ളി എന്നാണ്. പലതും നിഷിദ്ധമായ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹറാം എന്ന പ്രയോഗം വരുന്നത്. നമുക്ക് സാധാരണ സാങ്കേതികമായി അറിയാവുന്ന രണ്ട് വാക്കുകളുണ്ട്, ഹലാലും ഹറാമും. അപ്പൊ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ അങ്ങനെന്തോ ആണ് എന്ന് വിചാരിച്ചു കളയണ്ട. പവിത്രമായ, ആദരണീയമായ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള പള്ളി എന്നുള്ള അർത്ഥത്തിലാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുക. അൽ മസ്ജിദുൽ ഹറാം എന്ന് വിശുദ്ധ ഖുർആനിൽ 14 സ്ഥലങ്ങളിലുണ്ട്. ഓതുമ്പോൾ ഒന്ന് എണ്ണി നോക്കിക്കോളി നിങ്ങൾ. പിന്നെ അതിന് അൽ ബൈത്തുൽ ഹറാം എന്ന് 3 സ്ഥലങ്ങളിലുണ്ട് വിശുദ്ധ ഖുർആനില്. 3 സ്ഥലങ്ങളിൽ ബൈത്തുൽ ഹറാം, 14 സ്ഥലങ്ങളിൽ മസ്ജിദുൽ ഹറാം. ഇതൊക്കെ കഅബയും അതിന്റെ പരിസരമുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി പിന്നെ മക്ക ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്, അതിശ്രേഷ്ഠമായ ഭവനമാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന കഅബ. അവിടേക്കാണ് ഈ മനുഷ്യന്മാരൊക്കെ ഓടിക്കൂടുന്നത്. ലക്ഷോപലക്ഷം ആളുകൾ പിന്നെ ഉംറക്ക് വേണ്ടിയും ഹജ്ജിന്റെ സീസണിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജാതി, മത, പിന്നെ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ ഒരേ വേഷത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് അങ്ങോട്ട് ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രദേശമാണ് കഅബ. അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഇങ്ങനെ ഒരു കേന്ദ്രം, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഏത് പള്ളിയും. ഈ പള്ളി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയാണ്. ആ പള്ളികളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മസ്ജിദുൽ ഹറാം സ്ഥിതി ചെയ്യുന്ന കഅബയാണ്. ആ കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയാണ്. അള്ളാഹുവിന്റെ റസൂലിനും അത് തന്നെയാണ് അവസ്ഥ.
അബ്ദുല്ലാഹി ഇബ്നു അദി റളിയല്ലാഹു എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധിതമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട സ്ഥിതിവിശേഷം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകമുണ്ട്. എന്താണെന്നറിയോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നക ലഖൈറു അർളില്ലാഹ്, തീർച്ചയായും നീ അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും നല്ല ഭൂമിയാണ്, ഏറ്റവും ഉത്കൃഷ്ട ഭൂമിയാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹി, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഭൂമികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് നീ. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഇവിടെ നിന്ന് എന്നെ പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ കുറിച്ച് പറഞ്ഞതാണ്. പോയ അവസ്ഥയൊക്കെ നമുക്കറിയാം. ചരിത്രം ഒന്ന് ഓർത്തു നോക്കുക. ഹിജ്റയും കാര്യങ്ങളും ഒക്കെ, ജനിച്ചു വളർന്ന മണ്ണ്, ഓടിക്കളിച്ച പ്രദേശം, ഉറ്റവരുടേവര്, എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അവിടുത്തെ അധികാരത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലല്ല, അബൂജഹലിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലല്ല. ഒരേ ഒരു വാക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനു വേണ്ടിയാണ് ആ പോക്ക്. അതായിരുന്നു ഹിജ്റ. ആ പോണ പോക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ നീ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നീ. എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ പ്രദേശമാണ് മക്ക. അതുകൊണ്ടാണ് കഅബയ്ക്കുള്ള ഈ പ്രത്യേകത മുഴുവൻ എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ചുറ്റുമുള്ള വിശാലമായ പള്ളി, അതിനുള്ള പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്റാ പോയത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ വചനം. ആ സംഭവം ഉണ്ടായത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ്. പോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ഇസ്രാവും മേറാജും സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് തുടക്കം കുറിച്ച പ്രദേശം എന്നുള്ള നിലയിൽ അതിൻ്റെതായ സവിശേഷതയും പ്രത്യേകതയും അംഗീകരിക്കാതെ ഒരു നിർവാഹവുമില്ല. പിന്നെ ഏറ്റവും വലിയ സവിശേഷത മുസ്ലിമീങ്ങളുടെ ഖിബ്ല എന്നുള്ളതാണ്. ലോകത്ത് മുസ്ലിം നാമധാരികളായി മുസ്ലിം നാമമുള്ള എത്രയോ പേരിൽ എത്ര കോടികളുണ്ടോ ആ കോടികാനുകോടി മുസ്ലിങ്ങൾ അവരുടെ നമസ്കാര വേളയിൽ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത് ഈ ഒരൊറ്റ ഗേഹത്തിലേക്കാണ്. ഇങ്ങനെ ഒരു ഗേഹം ഭൂമുഖത്ത് വേറെ ഉണ്ടാവില്ല. എല്ലാവരും തിരിയുക. ചിലപ്പോൾ 5, 10, 1, 3, 2 മണിക്കൂറിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാകാനാ? കാരണം അതിൻ്റെ ഇടയിൽ നവാഫിൽ നിസ്കരിക്കുന്നവരുണ്ടാകും, നമസ്കാരം ഇങ്ങനെ ഇത്തിരി പിന്തിച്ചവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സമയവും ഉണ്ടാവില്ല അതിലേക്ക് തിരിയാത്ത അവസ്ഥ. അതാണ് കഅബയുടെ ഏറ്റവും വലിയ സവിശേഷത. ഖിബ്ലത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാണ് കഅബ. 4 ഭാഗത്തു നിന്നും അങ്ങോട്ടേക്കാണ് തിരിയാൻ കഴിയുക. വേറെ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും നമസ്കാരം പോലും ശരിയാവില്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് 16 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. റസൂലിന് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണമെന്ന്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹകും ശത്റ. ഈ നിർദ്ദേശാനുസരണമാണ് നമ്മളൊക്കെ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്ന മുസ്ലിം ലോകം ഒന്നടങ്കം നിൽക്കുന്നത് ഈ ഒരൊറ്റ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇത് സൂറത്തു ബഖറയിലെ 144-ാമത്തെ വചനം. അതിൽ പറയുന്നത് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, താങ്കളുടെ മുഖം ആകാശത്തിങ്ങനെ മാറി മറിയുന്നത്, ഇളകി മറിയുന്നത് നാം കാണുന്നു. റസൂലിന്റെ മനസ്സിലടങ്ങാത്ത ആഗ്രഹം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ.
തിരിയാൻ. പക്ഷെ സ്വന്തം ചെയ്യാൻ പാടില്ലല്ലോ, അള്ളാഹുവിന്റെ കൽപ്പന വേണം. ആ കൽപ്പന കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, ആ മനസ്സ് കൊതിച്ചു തപിച്ചു. അതിനെ കുറിച്ചാ പറഞ്ഞത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. എന്നിട്ട് പറയുന്നു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർബാഹാ. നീ തൃപ്തിപ്പെടുന്ന ഒരു ഖിബ്ലയിലേക്ക് നിന്നെ ഇതാ നാം തിരിക്കുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നീ തിരിക്കണം. വഹൈതുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും ശത്റഹു, നിങ്ങളുടെ മുഖങ്ങൾ കഅബയുടെ നേരെ തിരിക്കണം. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് തിരിക്കണമെന്നാണ്. ആ മുഖം തിരിച്ചു നിന്നിട്ട് ബാക്കി ഇപ്പുറത്ത് നിർത്താനല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ തിരിയണമെന്നാ പറഞ്ഞതിന്റെ സാരം. തിരിഞ്ഞോളണം, എങ്കിലേ നമസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുക, നാം മനസ്സിലാക്കുക. അപ്പം ഹിജറ 2-ാം വർഷമാണ് ഈ വചനം അവതരിക്കുന്നത്. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത്. ഇതൊരു നമസ്കാരത്തിലാണ് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വരുന്നത്. നമസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു എന്നാണ് മസ്ജിദുൽ ഹറാമിലേക്ക്. അതുകൊണ്ട് മദീനയിൽ പോയാൽ നമുക്ക് അവിടെ ഒരു പള്ളി കാണാൻ കഴിയും. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്നാണ്. 2 ഖിബ്ലയുള്ള പള്ളി എന്നുള്ള മഹത്വം ഉള്ള ഒരു പള്ളിയാണ്. എന്ന് വെച്ചാൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചതും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചതും ഒരേ പള്ളിയിൽ ഒരൊറ്റ നമസ്കാര സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരുന്നത് മനുഷ്യരെ എത്ര ചിന്തിപ്പിക്കുന്ന നിലയിലാണെന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ആ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാതെ രക്ഷയില്ല. തന്നെയല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വചനം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാമി വഹൈതുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ എന്ന് പറയുന്ന അൽ ബഖറയിലെ 144-ാമത്തെ വചനം. ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോകുന്നവർ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ എത്തിയാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഈ വചനം. ഒരു ഓർമ്മിപ്പിക്കൽ. കുറെ കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഈ 2 ഖിബ്ലയും പടിഞ്ഞാറോട്ട് ഇപ്പൊ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഖിബ്ലയുടെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുന്ന രൂപം ഇപ്പൊ തന്നെ ഉണ്ട്. പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ഒരെണ്ണം അതിന്റെ നേരെ എതിർ സൈഡിൽ അവിടെ അടയാളപ്പെടുത്തിയിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു. കാരണം ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചിട്ട് അങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. അത് ശരിയല്ലല്ലോ, അത് നിയമം മാറിയില്ലേ? അതൊന്നും നമുക്ക് പ്രശ്നമില്ല, ആദരവാണ്, ബഹുമാനമാണ് അതിനോട്. അതുകൊണ്ട് അത് വേണ്ട, ബഹുമാനം വേണ്ട എന്നുള്ള നിലയിൽ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് ഉണ്ടായിരുന്ന ആ മെഹ്റാബ്, അത് കാണിച്ചിരുന്ന അടയാളപ്പെടുത്തിയിരുന്നത് മായ്ച്ചു കളഞ്ഞു. ഇത് മാത്രമേ ഇപ്പൊ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഈ കഅബ, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം, കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക, ഇതിന്റെയൊക്കെ സവിശേഷതയാണ് നാം കേട്ടത്. ഇനി ഈ കഅബ നിർമ്മാണം ആരാണ് കഅബ നിർമ്മിച്ചത്? കഅബ നിർമ്മിച്ചത് ആരാണ്? ഒരു ചരിത്രത്തിൽ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പം ഈ രൂപത്തിൽ ഈ കഅബ നിർമ്മാണം ഖുർആൻ നേർക്ക് നേരെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മാഈലും കൂടി കഅബ പടുത്തുയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ബേസ് അവിടെ ഉണ്ട്. ആ ബേസിൽ നിന്ന് ഉയർത്തി എന്നുള്ളതാണ് നാം മനസ്സിലാക്കണം. മിനൽ ബൈത്തി അൽ ഖവാഇദ മിനൽ ബൈത്തി പ്രയോഗം തന്നെതാണ്. ഒന്ന് നമ്മളത് മനസ്സിലാക്കുക. തന്നെയുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അതിനു മുമ്പേ ഇതുണ്ടായിരുന്നു എന്ന നിലയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ ദർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇസ്മാഈലിനെയും ഹാജറയെയും കൊണ്ടുപോയി ഇടുന്നു ചരിത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരയെ, എന്റെ ദുർരിയത്തിനെ ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ, ഈ താഴ്വരയിൽ, ഗൈരി ദീ ദർഇൻ, കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ. എവിടെ? ഇൻദ ബൈതികൽ മുഹറം, പവിത്രമായ നിന്റെ ഗേഹത്തിന്റെ അടുക്കൽ. അതിനുശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളും പടുത്തുയർത്തലും ഒക്കെ വരുന്നു എന്നുള്ള ഒരു ഉറപ്പാണ്.
അപ്പൊ അവിടെ അത് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നെയുമല്ല അൽ ബിദായ വൻ നിഹായ, താരീഖ് മക്ക പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകളൊക്കെ അതിൽ പരാമർശിച്ചിട്ടുള്ള പലതും ആധികാരികതയുടെ വിഷയത്തിൽ സംശയമുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് ഞങ്ങൾ അത് നിർവഹിച്ചു എന്ന് മലക്കുകൾ ആദമിനോട് പറഞ്ഞതായി അൽ ബിദായ വൻ നിഹായയിൽ രേഖപ്പെടുത്തുന്നു. ചരിത്ര ഗ്രന്ഥമാണത്. അതുപോലെ തന്നെ ആ ഗേഹങ്ങൾ ആ ഗേഹത്തെ ആദമിന് തവാഫ് ചെയ്യാനും ആരാധനകൾ ചെയ്യാനും നിശ്ചയിച്ചു കൊടുത്തു. നൂഹ് നബി അവിടെ വന്ന് ഹജ്ജ് നിർവഹിച്ചു. പിന്നീട് ജലപ്രളയത്തിൽ എല്ലാം നശിച്ചപ്പോൾ കഅബയും തകർന്നു. പക്ഷെ അത് നിലനിന്നിരുന്ന സ്ഥലം പ്രത്യേകം ഉയർന്നു കാണപ്പെട്ടിരുന്നു. അത് പടുത്തുയർത്താൻ ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ളത് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഈ പറഞ്ഞതാണ് ഏറ്റവും അവസാനം. അത് പടുത്തുയർത്തത് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അതിനു മുമ്പേ ഉണ്ട്. അതിനു മുമ്പുള്ള പ്രവാചകന്മാർ മലക്കുകൾ ഉണ്ടാക്കിയതാണെന്നുള്ള അഭിപ്രായമുണ്ട്. ആദം നബി ഉണ്ടാക്കിയതാണെന്നുള്ള, ഇങ്ങനെ മാറി മാറി വരികയാണ്. കാരണം അവര് ബൈത്താണത്, ആദ്യത്തെ ഗേഹമാണ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഗേഹമാണ്. ആ നിലയിൽ അത് ഏറ്റവും പൗരാണികതയാണ്, പവിത്രതയുള്ളതാണെന്നതോടൊപ്പം ഏറ്റവും പൗരാണികതയുള്ളതുമാണ്. അതുകൊണ്ട് ആ പൗരാണികത അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അതിന്റെ ബേസിൽ നിന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പടുത്തുയർത്തി, എന്നിട്ടാണ് ആ പ്രാർത്ഥന നടത്തിയത് എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ട് ഈ ഗേഹങ്ങൾക്ക് എന്നുള്ളത് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. കഅബയെ കുറിച്ചും കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയെ കുറിച്ചും ആ കഅബയും മക്കയും ഒക്കെ അതിന്റെ കഅബയുടെ പരിസരത്തുള്ള മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും അതിന്റെ ഒക്കെ ചെറിയ ഒരു ബ്രീഫാണ് നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഈ മഹത്തായ സ്ഥലത്തേക്കാണ് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ആളുകൾ പോകുന്നത്. അതിന്റെ സവിശേഷത അത് തന്നെയാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും വിശ്വാസികളുടെ ബാധ്യതയാണ്. ആ ബഹുമാനവും ആദരവും എപ്പോഴും ഈ സ്ഥലങ്ങൾക്കും ഈ സ്ഥാപനങ്ങൾക്കും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ലക്ഷ്യം വെച്ച് പോകുന്ന അതിൽ ഹിജ്ജുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ ഭവനം കരുതി യാത്ര പോവുക, തീർത്ഥാടനം പോവുക എന്നാണ്. അതിനാണ് ഹജ്ജ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. അവിടെ എത്തിപ്പെടുന്നവർക്കും അതിൻ്റെതായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാനും എത്തിപ്പെടാത്തവർക്ക് അവിടെ എത്തിപ്പെടാനുള്ള തൗഫീഖും അതിന്റെ മഹത്വം തിരിച്ചറിയാനുള്ള സാഹചര്യവും മലിക്കുൽ ജബ്ബാറായ അള്ളാഹു കനിഞ്ഞു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ കഅബയിലെത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠമായി അവിടെ ചെയ്യാനുള്ള കർമ്മം തവാഫാണ്. അതിനാണ് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു തവാഫിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നമ്മളൊന്ന് ഓർക്കാം. അറിഞ്ഞുകൂടാത്തതല്ല നമുക്കാർക്കും. കാരണം ഇവിടെ നിന്ന് ഈ യാത്ര മുഴുവൻ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം ബന്ധപ്പെടുന്നത് കഅബയുമായിട്ടാണ്. ഒരു തവാഫോട് കൂടിയാണ് നമ്മളൊക്കെ തുടങ്ങല്. അപ്പൊ ആ തവാഫിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ആരെങ്കിലും പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്താൽ 7 പ്രാവശ്യമാണ് തവാഫ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദ് മുതൽ ഹജറുൽ അസ്വദ് വരെ ഒരു ചുറ്റ്, അങ്ങനെ 7 എണ്ണം ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് ആവുക. അങ്ങനെ ഒരാൾ ഒരു തവാഫ് ചെയ്യുകയും ഫയസല്ലി റകഅത്തൈൻ, അതിനുശേഷം തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്, ആ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ ഒരടിമയെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമാണ്. ഇപ്പൊ നമുക്കൊക്കെ അടിമമോചനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് തിരിയൂല. കാരണം അടിമത്വം എന്താണെന്നോ നമ്മുടെ മുൻഗാമികളെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ, നമ്മളാരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ അടിമത്വം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്.
മറ്റുള്ളവന്റെ അടിമകളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുക. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് അടിമകളുണ്ട്. ആ അടിമകളെയൊക്കെ മോചിപ്പിച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് ഒക്കെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ആ ബിലാലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മനുഷ്യത്വത്തിന്റെ മാറ്റ്. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ മനുഷ്യനെ ഇന്നും മാറ്റുകയും ഉന്നത കലാലയങ്ങളിൽ പോലും കൊന്നൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് പോലും മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് മനുഷ്യൻ ഒന്നാണ്. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ അവന് വേർതിരിച്ചുകൂടാ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷം വരെയും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാൻ വിഷമിച്ചത് സഹോദരങ്ങളെ ആ പ്രവാചകൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ്. തിരിച്ചറിയണം നാം. അതുപോലെ തന്നെ പരിശുദ്ധ കഅബയുടെ മുകളിൽ കയറി നിന്ന് ബാങ്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കയറാൻ പറ്റാതെയായപ്പോൾ സ്വന്തം തോള് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ കാലുകൾ പ്രവാചകന്റെ തോളത്ത് ചവിട്ടിച്ചിട്ടാണ് അങ്ങോട്ട് കയറ്റിയത്. ചിന്തിക്കാൻ കഴിയുമോ ഇന്ന് ആർക്കെങ്കിലും? വർണ്ണങ്ങളുടെയും അതുപോലെ തന്നെ വർണ്ണ വിവേചനത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ഇന്ന് അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. ഉന്നതരാണ് നമ്മൾ, ഉത്കൃഷ്ടരാണ് നമ്മൾ, വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി നേടിയവരാണ് നമ്മൾ എന്നൊക്കെ ഹുങ്ക് നടിക്കുന്ന ഇക്കാലത്ത് പോലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ദുഃഖകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്ക്, എന്താണ് ഇസ്ലാം പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്ക്. അവിടെ ഉണ്ട് പരിഹാരം. എന്തിനും ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. തന്നെയല്ല, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം അടിമമോചനമാണ്. അടിമമോചനത്തിന് വേണ്ടി സക്കാത്തിന്റെ വിഹിതം വിനിയോഗിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതൊന്നും ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ദഹിക്കൂല, തിരിയൂല കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ഖ് റഖബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണ് അതിന്റെ പ്രതിഫലം. നീ ബാക്കി നിങ്ങൾ ചിന്തിച്ചോടി. പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നമ്മൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒരു കാല് വെക്കും. ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആണല്ലോ നമ്മൾ പോവുക. അങ്ങനെ ഒരു കാല് വെക്കുകയും ഒരു കാല് ഉയർത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ രേഖപ്പെടുത്തും, ഒരു തിന്മ മായിച്ചു കളയും. തവാഫിന്റെ ഗുണമാണ് ഈ പറയുന്നത്. എന്നിട്ടോ അവന്റെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കും. അതാണ് തവാഫിന്റെ ശ്രേഷ്ഠത. അത്ര ശ്രേഷ്ഠതയുള്ളതാണ്. അതാണ് നമ്മൾ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹജ്ജിന്റെയോ ഉംറയുടെയോ നിർബന്ധമായിട്ടുള്ള തവാഫ് കൂടാതെ സാധാരണ നമ്മളൊരു പള്ളിയിൽ വരുമ്പോൾ അവിടെ നമ്മൾ തഹിയ്യത്ത് നമസ്കാരമാണ് എങ്കിൽ മസ്ജിദുൽ ഹറാമിൽ ചെല്ലുമ്പോൾ അതിന് പകരം തവാഫാണ്. എത്ര തവാഫ് ഒരു യാത്രയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും പുണ്യം നേടിയെടുത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നവജാത ശിശുവിനെ പോലെ തിരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞത് തവാഫിന്റെ മാത്രമാണ്. ഇത് ബാക്കിയുള്ള ഓരോ കർമ്മങ്ങളും അങ്ങനെ. ഇതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. അതിന് സാധിക്കാത്തവർ അടുത്ത വർഷമെങ്കിലും പോകാൻ തീരുമാനമെടുത്ത് ഒരുങ്ങിക്കോളി നിങ്ങൾ. അതാണ് നമുക്ക് ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള കാര്യം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഇതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ആവാഹിച്ചെടുക്കുവാൻ, ആർജിച്ചെടുക്കുവാൻ വേണ്ടി ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും അതിനുള്ള മുഴുവൻ തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മളിൽ നിന്ന് പോകുന്നവർക്ക് അതിന് കൂടുതൽ സാഹചര്യങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചൂട് അത് കഠിനമായി കൊണ്ടിരിക്കുകയാണ്. താങ്ങാവുന്നതിനപ്പുറം ചൂടായിക്കൊണ്ടിരിക്കുന്നു. 40-41 ഡിഗ്രിയൊക്കെ ചൂടിലേക്ക് എത്തി. ഇന്ന് കൊല്ലം, തൃശ്ശൂർ ജില്ലകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യം കൊണ്ട്. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കാൻ പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കണം. ഒപ്പം ഇതൊരു വലിയ പരീക്ഷണമായി മാറാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം ഇതിന് മോചനം ലഭിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മിൽ നിന്നുണ്ടാകണം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പരീക്ഷണമായി മാറാതെ ഇതിൽ നിന്ന് മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഠിനമായ ചൂട് നിമിത്തം വന്നു ഭവിച്ചേക്കാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുമൂലമുണ്ടായേക്കാവുന്ന ജലക്ഷാമം, കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ വൈദ്യുതി ക്ഷാമം തുടങ്ങി പലതും
നമ്മളെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ ആവശ്യമായ നല്ല മഴ വർഷിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ മോചനം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മസ്ഖിനാ 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 ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മരീഅൻ യാ അർഹമർ റഹീമീൻ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ തിന്മകളെയും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു തട്ടി മാറ്റുമാറാകട്ടെ. ഏറ്റവും നല്ല അവസ്ഥ ജീവിതത്തിലുടനീളം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.